അഭിയു നന്നായി പാകാവുന്നതിൻ്റെ മുൻപ് തന്നെ ഞാൻ കവറ് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ തോട്ടത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചതാണ് അകത്തുള്ള പരിപാടികൾ കുറച്ച് പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. ഒരുപാട് ചെമ്മലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീയിട്ടതാ ഇക്ക താഴെ തൊടിയിൽ ഇറങ്ങിയിട്ടുണ്ട്. കവുങ്ങൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന തിരക്കിലാണ്. കുറച്ചൊക്കെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഞങ്ങൾ 3 പേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാട്ടോ. ആ സമയത്താണ് എൻ്റെ പുലാസാന് പൂത്തത് കണ്ടിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്ര ചെറിയ മരാകുമ്പോൾ പൂക്കുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. അതിനുശേഷം ഞാനിവിടെ കവറിട്ട് വെച്ചിരുന്ന ഒരു പേരക്ക ഉണ്ടായിരുന്നു. 2 എണ്ണം പഴുത്തത് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 3-മത്തേതാണ്. നല്ല പാകത്തെ പഴുപ്പായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ മെഷീനിൽ അലക്കിയതൊക്കെ ഒന്ന് വെയിലിൽ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അകത്ത് വന്ന് ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി ഇന്നലെ ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊരു നെയ്ച്ചോറ് അത് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയതാ നമ്മളെ ഫിഗ് അതായത് അത്തി കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നമ്മൾ ആ ഒരു മതിലൊക്കെ കെട്ടി മണ്ണൊക്കെ നിറച്ച് ഇവിടെയും ബാക്കിയുള്ള തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ നമ്മളെ കാലാപ്പാടി മാവുണ്ടല്ലോ അത് വീണ്ടും പൂത്തിട്ടുണ്ട്. അതേപോലെ തായ്ലൻഡ് ചാമ്പ പിടിച്ചിട്ടുണ്ട്. ബുഷ് ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ സീഡ്ലെസ് ലെമൺ വെച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന് പുതിയ തളിരൊക്കെ വരുന്നുണ്ട്. വഴുതന ഇതാ പറിക്കാനായതൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കു തന്നെ വെയിൽ തട്ടുന്നതുകൊണ്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഈവനിങ്ങിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ തോട്ടത്തേക്ക് ഇറങ്ങിയേക്കാണ്. നമ്മൾ വീടിൻ്റെ താഴെ ഭാഗത്താണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പൂസേ ഓടി കളിക്കണോണ്ട് തന്നെ അവന് വെള്ളമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കാണ് കേട്ടോ. കണ്ടോ വീട് മുകളിൽ കാണുന്നുണ്ടോ. ഇവിടെ തെങ്ങൊക്കെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കവുങ്ങൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഇക്കാക്ക് ട്രിപ്പ് വന്ന് കോൾ വന്നപ്പോൾ പോവുകയാണ്. അപ്പോൾ അപ്പൂസും ഇക്കാനിങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഉമ്മയും മോളൊക്കെ വന്നിരുന്നു. അവർ പോയി അപ്പൂസിന് ഫുഡൊക്കെ കൊടുത്ത് അവനെ ഉറക്കിയിട്ട് ഞാനിതാ ഇവിടെയൊക്കെ ഒന്ന് മാറാല തട്ടി വൃത്തിയാക്കി. എന്നോട് ഉമ്മ എപ്പോഴും പറയുന്നതാണ് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഒറ്റക്കാവുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്, എന്തേലും ആയാൽ ആരും അറിയില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്തോ മൂഡ് വന്ന് ഞാൻ അതൊക്കെ തട്ടി ഫുള്ള് ക്ലീനാക്കി. നല്ല ക്ഷീണമുണ്ട്. ഇനി ഞാൻ കുളിച്ചിട്ട് പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.